വിലങ്ങാട് ദുരന്തമുണ്ടായി 6 മാസം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ദുരിതാശ്വാസ പദ്ധതികൾ ആരംഭിച്ചിട്ടില്ല. തകർന്ന റോഡുകളും പാലങ്ങളും പൊതുവഴികളും എല്ലാം അതേപടി കിടപ്പാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിനു മുന്നിൽ സമരം നടന്നു. വയനാടിന് നൽകുന്ന പരിഗണനകളെല്ലാം വിലങ്ങാടിനും നൽകുമെന്ന് മുഖ്യമന്ത്രിയടക്കം പ്രഖ്യാപിച്ചെങ്കിലും അതുണ്ടായില്ല. വിലങ്ങാട്ടെ ജനങ്ങൾ പൊറുതിമുട്ടി ഒടുവിൽ സമരത്തിനിറങ്ങി. തകർന്ന റോഡുകളും പാലങ്ങളും പൊതുവഴികളും പുനരുദ്ധീകരിക്കുക, ഭാഗികമായി തകർന്ന വീടുകളുടെ പുനരുദ്ധാരണം ഉറപ്പുവരുത്തുക, ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. പുനരധിവാസ കാര്യത്തിൽ വെലങ്ങാടിനോട് തികഞ്ഞ അവഗണനയാണ്. ആ അവഗണന അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ജനത ഇവിടെ ഒന്നടങ്കം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമല്ല. വെലങ്ങാടിന്റെ ദുരന്തത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല. രാഷ്ട്രീയം കാണുന്നുണ്ടെങ്കിൽ ആ ദുരന്തം നടന്ന സമയത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ കിട്ടേണ്ട പല പരിഗണനകളും ആ നാടിന് കിട്ടാതായപ്പോ ഞങ്ങൾ ആരും രാഷ്ട്രീയ പ്രേരിത സമരങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഞങ്ങൾ ഒന്നടങ്കം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. വീടുകൾ നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത അറിയിച്ച സംഘടനകളും വ്യക്തികളും വീടുകൾ എവിടെ നിർമ്മിക്കണമെന്നറിയാതെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 പിന്നിട്ടു. ഡ്രോൺ സർവേയും കണക്കെടുപ്പുമൊക്കെ മുറക്കി നടക്കുന്നുണ്ടെങ്കിലും ജനത്തിന് ഇതിൻ്റെയൊന്നും പ്രയോജനം ലഭിച്ചിട്ടില്ല. 24 കോഴിക്കോട്.